കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ പൗരാവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യങ്ങളും ഭരണത്തിന്റെയും ഗുണ്ടായുസത്തിന്റെയും മറവിൽ ഹനിക്കപ്പെടുന്നതിന്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായ തെളിവാണ് മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച രാഷ്ട്രപിതാവിന്റെ സ്തൂപം CPM പ്രവർത്തകർ തകർക്കുകയും ആ സ്തൂപത്തിൽ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെയും ലോക സമാധാനത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ബലി കൊടുത്ത രാജീവ് ഗാന്ധിയുടെയും ഫോട്ടോകളുണ്ടായിരുന്നു. ഈ 3 ഫോട്ടോകളുമാണ് സ്തൂപങ്ങളാണ് CPM ഗുണ്ടകൾ തരിപ്പണമാക്കി തകർത്ത് നാമാവിശേഷമാക്കി. ഇതിനെതിരായിട്ടുള്ള പരാതി പോലീസിൽ വന്നിട്ട് പ്രതികൾക്ക് പോലീസ് ഒത്താശ എന്ന സാഹചര്യമാണ് ഇപ്പം മലപ്പട്ടത്തുണ്ടായിരുന്നത്. CPMന്റെ നേതാക്കന്മാർ പരസ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് ജില്ലാതല നേതാവാണ് വെല്ലുവിളിച്ചത്. അത് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണോ നയമാണോ? കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ, പോലീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽ, ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽ ആ പ്രസ്താവന പെട്ടിട്ടുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ ഇതാണ് അനുഭവമെങ്കിൽ എങ്ങനെ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും നിയമം അനുശാസിക്കുന്ന ഭരണഘടന നൽകുന്ന സംഘടനാ സ്വാതന്ത്ര്യവും എങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ ഉറപ്പുവരുത്തും? മുഖ്യമന്ത്രി ഉത്തരം പറയുക തന്നെ വേണം. പോലീസ് ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്, അത് പക്ഷപാതപരമായിട്ട് തന്നെയാണ്. ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല. സനീഷിന്റെ വീടിന് നേരെ അക്രമം, കല്ലേറുണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികൾ ഇവിടെ സ്വൈര്യവികാരം നടത്തുകയാണ്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ഞാൻ വന്നപ്പോൾ ഒരുപാട് പോലീസുകാരെ കണ്ടു. എന്തിനാണ് സർക്കാരിൻ്റെ ഈ പൈസ ചെലവഴിച്ചവരെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്? നിയമാനുസരണം പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അക്രമ രാഷ്ട്രീയത്തെ CPM ഏതെല്ലാം തലത്തിൽ കൊലക്കേസിലെ പ്രതികളെ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ കേസുകൾ വാദിച്ചത് കോടിക്കണക്കിന്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് വേണ്ടി ജയിലിലേക്ക് മുദ്രാവാക്യം വിളിച്ച് അവരെ ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് എല്ലാ തലത്തിലും. ബോംബ് നിർമ്മാണം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി CPM നടത്തിയിട്ടുണ്ട്. ബോംബ് നിർമ്മിക്കുമ്പോൾ എത്ര പേർ മരണപ്പെട്ടു? ഇതിന് സമീപത്തായ കുടിയാൻമലയിൽ തന്നെ എന്ന് പരിശോധിക്കണം. അപ്പോൾ അക്രമ രാഷ്ട്രീയമാണ് CPMന്റെ കൈമുതൽ. ജനാധിപത്യ പൗര സ്വാതന്ത്ര്യം അവർ അംഗീകരിക്കുന്നില്ല.